ഹായ് ഗായ്സ്, ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് കണവ റോസ്റ്റാണ്. കണവ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സോൾട്ടും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആദ്യം നമ്മുടെ കണവ വേവിച്ച് മാറ്റണം. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കരിവേപ്പിലയും എല്ലാം ഒരുമിച്ചാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ഈ പ്രോഡക്റ്റ് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാം ഐറ്റംസ് എല്ലാം നല്ല ചെറിയ തരികളായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അടുപ്പത്തേക്ക് കണവ വേവിക്കാൻ വെച്ചേക്കുവാണ്. പാൻ അടുപ്പത്തേക്ക് വെച്ചു, ഓയിൽ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് തെറ്റിപ്പോകുന്നുണ്ട്. എന്താ പറഞ്ഞു തരുമ്പേ അൻസുമോൾ ഇടയ്ക്ക് എൻ്റെ ഇടയിൽ ഇരുന്ന് കളിക്കുമ്പം എൻ്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് കേട്ടോ. ഐറ്റംസ് എല്ലാം ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. ഇനി പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയുടെ വെള്ളമാണ്. ഇനി ഇതിലേക്ക് വേവിച്ചൂറ്റി മാറ്റി വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കുക. സോൾട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മല്ലിയില ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിനു മുമ്പ് ഞാൻ കണവ റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ഭയങ്കര പരാതിയായിരുന്നു, ഭയങ്കര എരിയായിരുന്നു. അന്ന് ഇച്ചായൻ ഓഫുള്ള ദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇച്ചാനോടുകൂടെ സംസാരിച്ചും വഴക്കൂടിയൊക്കെ ആയിരിക്കും അത് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് അളവൊക്കെ തെറ്റിപ്പോയി. ഇച്ചാൻ ഭയങ്കര പ്രശ്നമായിരുന്നു, എരി കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട്. ഇനി എന്ത് പറയുമെന്ന് അറിയത്തില്ല, എങ്കിലും എൻ്റെ മനസ്സിന് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഗൈസ്. അങ്ങനെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല പെരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കണവ.